കുംഭമേള അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവിടെ ഇപ്പോഴുള്ള കണക്കനുസരിച്ച് 37 കോടിയിലധികം ജനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും കുംഭമേള അത് ഇന്ത്യ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്? നല്ല രസകരമായ ചോദ്യമാണ് ശ്രീജിത്ത്. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസം, അസുരന്മാരും ദേവന്മാരും തമ്മിൽ രണ്ട് കൂട്ടർക്കും കൂടി അതാണ് എൻ്റെ വിശ്വാസം. രണ്ട് കൂട്ടരും കൂടി ഒന്നിച്ച് അമൃത് കടഞ്ഞെടുക്കാൻ വേണ്ടി, കാര്യം നിത്യമായി ജീവിക്കാൻ, കൂടുതൽ കാലം ജീവിക്കാൻ വേണ്ടി അമൃത് കടഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അമൃത് കടഞ്ഞെടുക്കാൻ തീരുമാനിച്ചതിൽ രണ്ട് കൂട്ടരും കൂടെ കടഞ്ഞെടുത്ത് അമൃത് വരുന്നൊരു സ്റ്റേജ് ആയപ്പോൾ അസുരന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ അമൃത് അടിച്ചു മാറ്റി ദേവന്മാർക്ക് കൊടുത്തില്ല. അവിടെ നിന്നാണ് ഈ വഴക്ക് ആരംഭിക്കുന്നത്. ദേവന്മാർ മഹാവിഷ്ണുവോട് പോയി പരാതി പറഞ്ഞു. അവിടെ ശിവൻ്റെ രൂപം എടുത്ത് വേറെ കുറേ കഥകളുണ്ട്. പുരാണമാണല്ലോ. അതിൽ ഞാനതിന് ഈ വർത്തമാന കാലമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോഴാണ് അതിനകത്തൊരു കൗതുകമുള്ളത്. അതേ അസുരന്മാരും ആസുരികത ഉള്ളവരാണ് അസുരന്മാരും ദേവന്മാരും ഇപ്പോഴുമുണ്ട്. ദേവാംശമുള്ളവരെന്ന് പറഞ്ഞാൽ നന്മ, മനസ്സിൽ ചിന്ത, നന്മ, സത്യം, അഹിംസ, സാഹോദര്യം, സ്നേഹം, സഹിഷ്ണുത, ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ദേവന്മാർ ഇപ്പോഴും ഉണ്ട്. ആസുരന്മാർ ഇപ്പോഴും ഉണ്ട്. അന്ന് ഈ ദേവന്മാരും അസുരന്മാരും കൂടെ ഇങ്ങനെ വഴക്ക് കൂടിയപ്പോൾ ആ നന്മയാകുന്ന അമൃത് കുറച്ച് ഈ 4 നദിക്കരയിൽ വീണു. പ്രയാഗ്രാജിൻ്റെ അടുത്തും ഗംഗയുടെ, യമുനയുടെ, അന്ന് സരസ്വതി നദി ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം അത് ഇല്ലാതായല്ലോ. സരസ്വതി നദി, നാസിക്, ഇങ്ങനെ 4 സ്ഥലങ്ങളിലായി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഇങ്ങനെ 4 സ്ഥലങ്ങളിലെ 4 നദികളുടെ കരകളിൽ ഈ നന്മയുടെ അമൃത തുള്ളികൾ വീണു. ഇതാണ് സങ്കല്പം. അങ്ങനെ വീണപ്പോൾ അത് പാനം ചെയ്യാൻ കുറേ ആളുകൾ അത് ഉപയോഗിച്ചു. എന്നിട്ട് അവർ സ്നാനവും ചെയ്തു. അപ്പോൾ സ്നാനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നന്മകളെല്ലാം വരികയും തിന്മകളെല്ലാം കൂടി എവിടെ കൊടുക്കുന്നു? ഈ നദിയിൽ കൊടുക്കുന്നു, വെള്ളത്തിൽ മുങ്ങും. അങ്ങനെയാണല്ലോ നമ്മൾ ശുചിയാവുകയല്ലോ ചെയ്യുന്നത്. ശരീരം ശുചിയാവല്ലോ കുളിക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ശുചിയാവാൻ വേണ്ടി നമ്മൾ കുളിക്കുന്നത് പോലെ മനസ്സിൻ്റെ തിന്മകൾ ഒഴിവാക്കി കളയുന്നതിന് വേണ്ടി സ്നാനം ചെയ്ത് കഴിക്കുമ്പോൾ പുതിയ മനുഷ്യരാകുമെന്നാണ്. അപ്പോൾ അതേ അർത്ഥത്തിൽ ചെയ്താൽ പുതിയ മനുഷ്യരാകും. അല്ല ചുമ്മാ പോയി കുളിച്ച് മുങ്ങിയിട്ട് പോയാൽ ഈ 50 കോടി ആളുകളും പുതിയ മനുഷ്യരാകുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞ റിയൽ സെൻസിലാണ്. ഈ കാലഘട്ടത്തിൽ എടുത്തു നോക്കൂ, നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ, മതസംഘടനകൾ എടുത്തു നോക്കൂ, NGO സംഘടനകൾ എടുത്തു നോക്കൂ, ഓഫീസ് എടുത്തു നോക്കൂ, ചാനലുകൾ എടുത്തു നോക്കൂ, അവിടെ എല്ലാം കുടുംബം എടുത്തു നോക്കൂ. എല്ലായിടത്തും ആരുണ്ട്? അസുരന്മാരും ഉണ്ട്, ദേവന്മാരും ഉണ്ട്. ഈ ദേവന്മാർക്ക് വോയിസ് ഇല്ല. ഇപ്പോൾ പണ്ട് അസുരന്മാർക്ക് വോയിസ് ഇല്ലായിരുന്നു. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കും വോയിസ് ഇല്ലായിരുന്നു. അവർ നിയമത്തിൻ്റെ മുന്നിലും അവർക്ക് അങ്ങനെ വോയിസ് ഇല്ല. കൂടുതൽ വോയിസ് ആർക്കാണ് ഉണ്ടായിരുന്നത്? ദേവാംശമുള്ളവർക്കാണ്, ദേവന്മാർക്കാണ്. രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെയാണ്. ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് പ്രവർത്തിച്ച് വരുന്നവർ, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി തൊട്ട് പ്രവർത്തിച്ച് വരുന്നവർ, മണ്ഡലം കമ്മിറ്റി തൊട്ട് പ്രവർത്തിച്ച് വരുന്നവർ, താഴേനേ പ്രവർത്തിച്ച് വരുന്ന ദേവന്മാർക്കും സുതാര്യത ഉള്ളവർക്കും സത്യസന്ധതയുള്ളവർക്കും അഴിമതി കാണിക്കാത്ത നേതാക്കളാണ് വളർന്നു വരുന്നത്. അസുരന്മാർക്ക് വലിയ സാധ്യതയില്ലായിരുന്നു. ഇപ്പം എന്താണ്? ഇവരിങ്ങനെ വളർന്ന ദേവന്മാർ, പാവങ്ങളിങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ പെട്ടെന്ന് 4-5 അസുരന്മാർ വന്ന് ഇതെല്ലാം കൂടെ അമൃതം അടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുകയാണ്, കുടുംബങ്ങളിൽ ഇത് കാണുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും എന്ത് പ്രാധാന്യമുണ്ട്? ഈ കുംഭമേളയുടെ സന്ദേശത്തിന് പ്രാധാന്യമുണ്ട്. എന്നെപ്പോലുള്ളവർ കാണുന്ന അതാണ്, നന്മയുടെ സന്ദേശമാണത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാം, ഇപ്പോൾ ശബരിമല സീസണിൽ ശബരിമലയിൽ മണ്ഡലവിളക്ക് വരുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും, മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കേരളത്തിൽ പൂജകൾ നടക്കും, അയ്യപ്പ കഞ്ഞി കൊടുക്കും, ഭജന നടത്തും. അതുപോലെ ഇനി വരുന്ന കുംഭമേളകൾക്ക് രാജ്യത്തെ എല്ലാ നദികളിലും തോടുകളിലും എല്ലായിടത്തും ഇതിൻ്റെ പ്രതീകങ്ങളായിട്ട് പ്രവർത്തനങ്ങൾ നടക്കണം. സകലവരെ മനസ്സിലെ അഴുക്കും എന്ത് ചെയ്യണം? സ്നാനം ചെയ്ത് മാറ്റേണ്ടതുണ്ട്. പോസിറ്റീവായി ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുമ്പോഴും നെഗറ്റീവായി അതിനെ വിമർശിക്കുകയും അതിനെ നാഗസന്യാസിമാരെ അപമാനിക്കുകയും ചെയ്യുന്ന അതെന്താന്ന് വെച്ചാൽ, അതോടൊപ്പം തന്നെ പാർലമെന്റിലെല്ലാം ഉൾപ്പെടെയാണ് വിമർശനം. അതെന്താന്ന് വെച്ചാൽ, ഒന്ന് ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ ആ വിമർശനങ്ങൾ വലിയ വിവാദമായിട്ടുണ്ട്. അല്ല, ബ്രിട്ടാസിന്റെ ഒക്കെ പ്രശ്നം, ബ്രിട്ടാസ് ഞാൻ ഈ പറഞ്ഞ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? CPM-നകത്ത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ താഴെ കമ്മിറ്റികൾ പ്രവർത്തിച്ച് ഒരു MP ആവണമെങ്കിൽ എത്ര വർഷം പ്രവർത്തിക്കണം? അപ്പോൾ അതാണ് ദേവന്മാർ. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നവർ. ഇങ്ങനെ കയറി വരുന്നവരാരാണ്? ക്ലാസിക് എക്സാമ്പിൾ അല്ലേ? അസുരഗണത്തിൽപ്പെടുന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ അല്ലേ ബ്രിട്ടാസൊക്കെ? നൂലിൽ കെട്ടി വേറൊരു വഴി ഇറങ്ങിയല്ലേ? എന്തെങ്കിലും തത്വശാസ്ത്രമോ മാർക്സിസം പഠിച്ചിട്ടുണ്ടോ? വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തെക്കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ പറഞ്ഞേ. കാർൽ മാർക്സ് ആരെന്നറിയാവോ? ലെനിൻ ആരെന്നറിയാവോ? മാവോ സത്തുങ് ആരെന്നറിയാവോ? മാവോ സത്തുങ് എവിടെ മുങ്ങിയിട്ടുണ്ട്? യാങ്സെ നദി എവിടെ കിടക്കണമെന്നറിയാവോ?
ചൈനയിലെ യാങ്സെ നദിയുണ്ട്, അവിടെ സ്നാനമുണ്ട്. ഈ കുംഭമേള ഇവിടെ ഉള്ളതുപോലെ തന്നെ അവിടെ ആര് മാവോസത്തങ്ങ് ജീവിച്ചിരുന്ന മുഴുവൻ കാലഘട്ടത്തിൽ അവിടെ എന്തുണ്ട്? സ്നാനം ചെയ്യുമായിരുന്നു. വായിച്ചിട്ടുണ്ടോ? ഈ പിന്നെ ബ്രിട്ടാസ് ഇതുപോലെ വായിച്ചിട്ടുണ്ടോ? അവിടെ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഇസ്ലാം മതത്തെയാണ് അവർ കാര്യമായിട്ട് എതിർക്കുന്നത്. ബാക്കി ഒരുപാട് മത സ്വാതന്ത്ര്യമില്ല. ബ്രിട്ടാസിന് ധാരണ ഉണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, കേരളത്തിലെ സകല കാര്യങ്ങളും അറിയാം. പക്ഷെ ഇത് അറിഞ്ഞൂടാ, ഈ ആത്മീയത അറിഞ്ഞൂടാ, ഈ നന്മ അറിഞ്ഞൂടാ. പഴയ കാലഘട്ടത്തിലെ ഈ നന്മ അറിയണ്ടേ? ഇവിടെ എല്ലാ കാലത്തും നന്മയും തിന്മയും തമ്മിൽ പോരാടിച്ചിരുന്നു. അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള പോരാട്ടമാണ് ജീവിതം. ശരീരം എടുത്തോളൂ, നിങ്ങൾ മനസ്സെടുത്തോളൂ. വികല ചിന്തകളും നല്ല ചിന്തകളുമായിട്ടുള്ള പോരാട്ടമാണ്. പിന്നെ ശരീരം എടുത്തോളൂ. ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്നും അമിതമായ ഭക്ഷണം കഴിക്കണമെന്നും ആവശ്യത്തിന് കഴിച്ചാൽ മതി എന്നുമുള്ള പോരാട്ടമാണ് ശരീരം. ഇതാണ് നന്മ തിന്മയുടെ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഇങ്ങനെ പോരടിച്ചപ്പോൾ ദേവന്മാർക്ക് വിജയമുണ്ടാകട്ടെ എന്നും നന്മയുണ്ടാകട്ടെ എന്നും ആ നന്മയുടെ ഭാഗമായി തന്നിലെ ആസുരത്വം പോകട്ടെ. തന്നിലെ ആസുരത്വം പോകണമല്ലോ. പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നത്, അവിടെ പോയി ഒത്തുകൂടുന്നത്. പക്ഷേ ഇതിനെ മനസ്സിലാക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തുകയാണ്. ലോകത്തിലെ 10-30 രാജ്യങ്ങളിലെ ആളുകൾ അവിടെ എത്തുകയാണ്. ഇപ്പം തന്നെ 37 കോടിയായെന്ന് പറഞ്ഞു. ഇപ്പോൾ ശിവരാത്രിയുടെ അവസാനം ഭൂട്ടാൻ രാജാവ് അവിടെ വന്നിരുന്നു. ലോകത്തിലെ പ്രമുഖമായ കമ്പനികൾ, ആപ്പിളിൻ്റെ പോലുള്ള വളരെ പ്രമുഖമായ കമ്പനിയുടെ സിഇഒമാർ വരുന്നു, അവരെ ഭാര്യമാർ വരുന്നു. അവരൊക്കെ പൊട്ടന്മാരാണോ? മണ്ടന്മാരാണോ? മന്ദബുദ്ധികളാണോ? ഇതാരും പിടിച്ചിട്ട് വരുന്നതല്ലല്ലോ. അവർക്ക് ബ്രിട്ടാസിനെ വെച്ചൊരു ക്ലാസ് എടുത്തു കൊടുക്കുക. എന്താണ് ഇത് സംഭവിക്കുന്നത്? കൃത്യമായി അറിയുന്നത് ബ്രിട്ടാസിന്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യോഗ 150 രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ച യോഗ ദിനം അന്താരാഷ്ട്ര ദിനം, ആരോഗ്യ ദിനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഇപ്പം ഞാൻ സ്വാമിയുടെ പേര് പുരി സ്വാമിയുടെ ഒരു സ്വാമിയുണ്ട്. സ്വാമിയാണ് പിന്നെ എന്താണ് വേൾഡ് ബാങ്കിന് സ്വാമിയുടെ പേര് ഞാൻ പറയാം. സ്വാമിയാണ് വേൾഡ് ബാങ്കിനും പിന്നെ നാസ എന്ന് പറഞ്ഞാൽ എന്താ? നാസ എന്ന് പറഞ്ഞ സംഘടന ഇതിൽ നിൽക്കുന്ന സംഘടനയല്ലോ, ശാസ്ത്ര സംഘടനയാണല്ലോ. നാസ എന്ന് പറയുന്ന സംഘടനയ്ക്കും അത് കഴിഞ്ഞ് തന്നെ നമ്മുടെ ISROയ്ക്കും എല്ലാം ഇത് കൊടുക്കുന്നൊരു സ്വാമിയുണ്ട്. ഏത് കൊടുക്കുന്നത്? ഉപദേശം കൊടുക്കുന്നൊരു സ്വാമിയുണ്ട്. ആ സ്വാമി ഇതിൽ പങ്കെടുക്കാൻ പോയി. ഏതിൽ? കുംഭമേളയിൽ. സ്വാമി നിശ്ചലാനന്ദ സരസ്വതി. ഈ പേര് പഠിച്ചോണം. ശാസ്ത്രജ്ഞന്മാരും മുക്തിവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ഈ പേര് പഠിച്ചു വെച്ചോണം. സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പുരിയിലെ ഗോവർദ്ധന മഠത്തിൻ്റെ ശങ്കരാചാര്യർ. ഓരോ മഠത്തിന് ഓരോ ശങ്കരാചാര്യർ വെച്ചിട്ടുണ്ടല്ലോ. ഇസ്രോ, നാസ, പിന്നെ അതുപോലെ പിന്നെ ലോകത്തിലെ IITകൾ, ഇന്ത്യയിലെ IITകൾ, ലോകത്തിലെ മറ്റ് സംഘടനകൾ, വേൾഡ് ബാങ്ക്, എല്ലായിടത്തെയും ഉപദേശകനാണ്, ശാസ്ത്ര ഉപദേശകനാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വരെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഷർട്ട് ഇട്ടിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് ഇത്രയും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും അഡ്വൈസ് കൊടുക്കുന്ന ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബ്രിട്ടാസൊക്കെ എന്തിനു പഠിക്കുകയാണ്? അപ്പോൾ വളരെ രസകരമാണ് ഭാരതത്തിലെ. ബ്രിട്ടാസ് പിണറായിക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതല്ല, അതൊക്കെ മനസ്സിലാവും. ഇത് നാം ഒരു നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ വിവരക്കേടുകൾ പറയരുത്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ആളുകളുണ്ടെന്ന് അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആശയദാരിദ്ര്യം വന്നുപോയി. ഇന്നിപ്പോൾ CPM പോലുള്ള സംഘടനകൾക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? വലിയ ആശയദാരിദ്ര്യമാണ്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉണ്ടോ? ഇല്ല. ഇന്നലെ എടുത്ത തീരുമാനം എന്താണ്? അമ്പല കമ്മിറ്റികളിൽ കയറി പറ്റാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? EMS അടക്കമുള്ള C. ഭാസ്കരൻ അടക്കമുള്ള ഒരുപാട് എഴുത്തുകാരും വലിയ ചിന്തകന്മാരും കൊണ്ടായിരുന്ന പാർട്ടിയാണ്. ദേവഗണത്തിൽപ്പെട്ടവരാണ്. AKG പോലുള്ള ആളുകൾ. നമ്മളത് പറഞ്ഞു വരുമ്പോൾ ഇത് പാർട്ടി ചർച്ചയുടെ ഡിസ്കഷൻ ആവരുത്. P. കൃഷ്ണപിള്ളയെ പോലുള്ള ആളുകൾ, അഴീക്കോട് രാഘവനെ പോലുള്ള ആളുകൾ, ചടയം ഗോവിന്ദനെ പോലുള്ള ആളുകൾ വലിയ ദാർശനികരും ആദർശക്കാരും ദേവന്മാർ. ഞാൻ ദേവത്വമുള്ളവരാണ്. അവരൊക്കെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആ ദേവന്മാരുടെ കാലം കഴിഞ്ഞിട്ട് അസുരന്മാരുടെ കാലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദേവാസുര കാലത്ത് കുംഭമേളയ്ക്ക് വലിയ സാമൂഹ്യ പ്രാധാന്യമുണ്ട്, വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, വലിയ സാമ്പത്തിക പ്രാധാന്യമുണ്ട്. എല്ലാ കുടുംബങ്ങളിലും കുംഭമേള ചർച്ച നടക്കണം. എന്തിൻ്റെ പേരിൽ? അസുരന്മാരുടെയും ദേവന്മാരുടെയും ചിന്ത, ആസുരികതയും ദേവത്വവും തമ്മിലുള്ള ചിന്ത, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം. ഇത് മനസ്സിൽ തന്നെ നടക്കുന്നു. ഓരോ മനുഷ്യൻ്റെ മനസ്സിൽ നടക്കേണ്ടതാണ്. രാവിലെ ഉറക്കമൊഴിക്കുമ്പോൾ അസുരന്മാർ ഒരു വശത്ത് ദേവന്മാർ.
മറ്റവൻ്റെ മോഷ്ടിക്കുന്നത് എങ്ങനെ, മറ്റവൻ ഉപദ്രവിക്കുന്നത് എങ്ങനെ, പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് എങ്ങനെ, കുട്ടികളെ ഉപയോഗിക്കുന്നത് എങ്ങനെ, പോപ്സോ കേസിൽ ചെന്നപ്പെടുന്നത് എങ്ങനെ, അമ്മയെ കൊല്ലുന്നത് എങ്ങനെ, പിന്നെ ടീച്ചറെ കൊല്ലുന്നത് എങ്ങനെ, ടീച്ചറെ പ്രേമിക്കുന്നത് എങ്ങനെ, ടീച്ചറിന് പ്രേമലേഖനം കൊടുക്കുന്നത് എങ്ങനെ, ഇങ്ങനെ ടീച്ചറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എങ്ങനെയെന്ന് ആലോചിച്ച് നടക്കുന്ന, കഞ്ചാവ് അടിക്കുന്നത് എങ്ങനെ, ഇങ്ങനെ ഇതെല്ലാം ആസുര ചിന്തകളല്ലേ. ഈ ആസുര ചിന്തകൾ ഒരു വശത്ത്, മറ്റത് ദേവചിന്തകൾ, സത്യം ധർമ്മം എന്നൊക്കെ ദേവചിന്തകൾ. ഇതിൽ ദേവചിന്തകളാണ് നമുക്ക് കൊണ്ടുവേണ്ടത്, ആ നന്മയുടെ ചിന്തകളാണ് കൊണ്ടുവേണ്ടത്. ഈ യുദ്ധത്തിൽ കുംഭമേള എന്ന് പറയുന്നതിന് ഇപ്പോൾ വളരെ പ്രാധാന്യം വർത്തമാന ലോകത്തുണ്ട്. എല്ലാ നദികളിലും ഇത് നടക്കേണ്ടതാണ്, എല്ലാ ഭവനങ്ങളിലും നടക്കേണ്ടതാണ്, എല്ലാ മനസ്സുകളിലും നടക്കേണ്ടതാണ്. നമ്മൾ ഉത്സവം നടക്കുമ്പോൾ നമുക്ക് പ്രതീകം ഉണ്ടാവുമല്ലോ, മനസ്സിലൊരു പ്രതീകം ഉണ്ടാവും. നാട്ടിലെ ഉത്സവം നടക്കുമ്പോൾ മനസ്സിലൊരു പ്രതീകം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കുംഭമേളയുടെ പ്രതീകാത്മകമായ വർത്തമാനകാല പ്രസക്തി എന്ന് പറയുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള, അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള സംഘർഷത്തിൽ അമൃതെന്ന് പറയുന്ന, നന്മയെന്ന് പറയുന്ന അമൃത് അവിടെയൊക്കെ പൊഴിഞ്ഞു വീണെങ്കിൽ അത് ഈ രാജ്യത്ത് മുഴുവൻ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഗംഗാജലം, പഴയ ഗംഗ, ഇപ്പം ഗംഗയൊക്കെ ഒരുപാട് മലിനമായി, പിന്നെ ഇപ്പോൾ ശുദ്ധീകരിച്ചു. ഞാനിടയ്ക്ക് പ്രയാഗ്രാജിലൊക്കെ പോരുന്നതാണ്, ഹരിദ്വാറിലൊക്കെ. അപ്പോൾ ഈ ഒരുപാട് ശുദ്ധമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ വെള്ളമൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് പറയുന്നതിൻ്റെ സങ്കല്പം ഇതാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു വിദേശത്ത് നിന്ന് കുറേ സായിപ്പന്മാർ കുറേ വെള്ളം ബോട്ടിലാക്കി കൊണ്ടുപോവുകയാണ് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ. ഇതാണ് സങ്കല്പം, ഇതാണ് അതിൻ്റെ ദർശനം. അപ്പോൾ തീർച്ചയായിട്ടും കുംഭമേളകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. എല്ലായിടത്തും കുംഭമേളകളുടെ സന്ദേശം പോകണം. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അന്ന് ഈ അസുരന്മാരും ദേവന്മാരും ഇത്രയും ബഹളം ഉണ്ടാക്കിയപ്പോൾ മനുഷ്യർ ഇത്രയും ബഹളം കാണിച്ചു കാണില്ല. കുറച്ചുകൂടെ മര്യാദയ്ക്ക് ജീവിച്ചവരായിരിക്കും. പ്രകൃതിയെ ഉപദ്രവിക്കുന്ന കാര്യത്തിൽ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ അവർ വേറിട്ട് ചിന്തിച്ചവരായിരിക്കും. ഇപ്പം അതല്ലല്ലോ. നമുക്ക് പ്രകൃതി വേണ്ട, പരിസ്ഥിതി വേണ്ട, മല വേണ്ട, പുഴ വേണ്ട, നദി വേണ്ട, തോട് വേണ്ട, വയൽ വേണ്ട, നമുക്കൊന്നും വേണ്ടല്ലോ. നമുക്ക് ആസുരതയുടെ മൂർത്തിഭാവമാണ് മനുഷ്യൻ, ആർത്തി പണ്ടാരങ്ങളായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ വലിയ പ്രാധാന്യമാണ് കുംഭമേള ഉയർത്തുന്ന ആശയത്തിനുള്ളത്. അതിനെ കേവലം നാഗസന്യാസിമാർ തുണി കൊടുത്തില്ലയോ, അല്ലെങ്കിൽ അവിടെ ആരൊക്കെ പോയി, ആര് പോയില്ല എന്ന് പറഞ്ഞ്, പിന്നെ AI ആണോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ, കുംഭമേളയാണോ എന്നൊക്കെ പറഞ്ഞ് അല്പജ്ഞാനമുള്ള ആളുകൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അവരെല്ലാം അസുരഗണത്തിൽ പെടുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ദേവഗണത്തിൽപ്പെടുന്ന 10,000ങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം അവസാനിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസംഘടനകളും എല്ലാവരും ദയവായി, നിങ്ങളെ കൂടെ ഒരുപാട് ദേവന്മാരുണ്ട്, ദേവഗണത്തിൽപ്പെട്ടവരുണ്ട്, ദേവഗുണമുള്ളവരുണ്ട്, നന്മയുള്ളവരുണ്ട്. അവർക്ക് നേതൃത്വം കൊടുക്കുക. അപ്പോൾ ഇതെല്ലാ സംസ്കാരവും ഉൾക്കൊള്ളും, നന്മയും ഉൾക്കൊള്ളും, രാജ്യത്തിൽ ജനാധിപത്യവും പുലരും, സ്വാതന്ത്ര്യവും പുലരും, ഒരു സംഘർഷവുമില്ലാതെ ജനങ്ങൾ പോകും. ഈ ആസുരികത വരുമ്പോഴാണ് ഇപ്പോൾ ബംഗ്ലാദേശ്, ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആസുരിക ചിന്തയാണ് മനുഷ്യനെ കൊണ്ട് ഈ വെട്ടിപ്പിടിക്കൽ ചിന്തയിലേക്ക് പോകുന്നത്. അത് മോശപ്പെട്ട ചിന്തയാണ്. ദേവചിന്തയിലേക്ക് വരിക, നന്മയുടെ ചിന്തയിലേക്ക് വരിക, അതാണ് ദേവചിന്ത എന്ന് പറഞ്ഞാൽ. അതാണ്, ആ ചിന്തയാണ്. ദേവന്മാരും അസുരന്മാരും എന്ന് അതാണുള്ളത്. അല്ലാതെ കുറച്ച് ദൈവങ്ങൾ അവിടെ സ്വർഗ്ഗത്തിൽ ജീവിച്ചിരുന്ന് അങ്ങനെയല്ല പറയുന്നത്. എൻ്റെ കഥ അതല്ല. നമ്മൾ എടുക്കേണ്ടത് 2 സങ്കല്പം ഒരു മനുഷ്യൻ്റെ മനസ്സിനുണ്ട്. അതിലേതാണ് നമ്മൾ എടുക്കേണ്ടത്? അത് സമൂഹത്തിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഈ ദേവാസുര യുദ്ധം. അതിൽ ജയിക്കേണ്ടത് എപ്പോഴും ദേവന്മാരാണ്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് ആരാണ്? ബ്രിട്ടാസിനെ പോലെയുള്ള അസുരന്മാരാണ്. അവിടെയാണ് രാഷ്ട്രീയവും അപച്യുതിയിലേക്ക് പോയത്. എത്രയോ മഹാന്മാർ, എത്രയോ മിടുക്കരായിട്ടുള്ള എത്രയോ ആളുകളാണ് CPM-നകത്തൊക്കെ ഉള്ളത്, സാധാരണ പ്രവർത്തകരായി കയറി വരുന്നവർ. അങ്ങനെയുള്ളവർ വിമർശിക്കുമ്പോഴും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നുണ്ടല്ലോ, പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ലോകം, നിങ്ങൾ പ്രധാനമന്ത്രി മാത്രമല്ല, ലോക രാജ്യങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുകയല്ലേ. ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ ഏതെങ്കിലും പത്രമോ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ലല്ലോ. തീവ്രവാദികൾ പോലും പറയുന്നില്ലല്ലോ, ഇതിനെ എതിർത്ത് പറയുന്നില്ലല്ലോ, മറ്റ് മതത്തിൽപ്പെട്ടവർ പറയുന്നില്ലല്ലോ, ആരും പറയുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള ആത്മജ്ഞാനമുള്ള ആളുകൾ പറഞ്ഞോട്ടെ. എന്തായാലും വളരെ വലിയ കാലിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കുംഭമേള ഉയർത്തുന്ന സന്ദേശം. അതാണ് നമ്മൾ ജനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അല്ലാതെ അവിടെ പോയി കുളിച്ചു സ്നാനം ചെയ്തു അതൊക്കെ നടക്കട്ടെ, അതൊക്കെ ഭൗതികമായി ചെയ്തോട്ടെ. പക്ഷെ അത് ഉയർത്തുന്നൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഒരു നന്മയാണ് ഞാൻ പറയുന്നത്. ഞാൻ ദൈവത്തെ അല്ല പറയുന്നത്. നന്മയുടെ ഒരു പ്രതീകമാണ് അത് എല്ലാവരും മനസ്സിൽ കൊണ്ടുപോകാനുള്ള ചിന്തയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കവിടെ പോകാൻ പറ്റുന്നില്ല ഭൗതികമായിട്ട്, പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. ഈ നന്മയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കോരിയിടാം.